ഹായ് ഹലോ ഗായ്സ്, ഏൺ മാർക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIOS എക്സാം ഇംഗ്ലീഷിലാണോ എഴുതേണ്ടത്. അപ്പം ഈ ഒരു ഡൗട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി നമ്മൾ സോൾവ് ചെയ്ത് തരുന്നുണ്ടാവുക. സോ ഗൈസ്, നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുക. ഇത്തരം അപ്ഡേറ്റ്സ് NIOSുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നോളജസും കാര്യങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണിത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. NIOS എക്സാം ഇംഗ്ലീഷിലോ മലയാളത്തിലോ? നമുക്കറിയാം NIOSൽ നമുക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +2 പരീക്ഷയും നമുക്ക് 6 മാസം കൊണ്ട് പഠിച്ച് എഴുതാനുള്ള ഓപ്ഷനാണ് നമുക്ക് NIOS പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു NIOS എങ്ങനെയാണ്, ഏത് മീഡിയമാണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം, അല്ലേ? ഇപ്പം ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണ് എങ്കിൽ, 10ാം ക്ലാസ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അവർക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് മീഡിയം ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് മലയാളം മീഡിയം ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങളോട് ഏത് മീഡിയം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിലാണ് നിങ്ങൾ എക്സാമിന്റെ ഉത്തരങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള മീഡിയം ഏതാണ്, ആ മീഡിയത്തിലാണ് നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ ഉത്തരങ്ങൾ എഴുതേണ്ടത്. ചോദ്യങ്ങൾ ആ മീഡിയത്തിൽ തന്നെയായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഒരു 5-6 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്താണ്, ഞാൻ ഏത് മീഡിയമാണ് ഞാൻ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആരും പേടിക്കേണ്ട, ആരും പാനിക് ആവണ്ട. നിങ്ങളുടെ ID കാർഡ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു ID കാർഡിൽ നിങ്ങളുടെ മീഡിയം ഏതാണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും. അപ്പം നിങ്ങളിപ്പോൾ അത് നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ അന്നേരം ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന മലയാളത്തിൽ ഉത്തരം എഴുതാനാണ്, പക്ഷെ നിങ്ങൾ മീഡിയം ഇംഗ്ലീഷാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ പാനിക് ആവാതെ ഇംഗ്ലീഷിൽ ആൻസേഴ്സ് എഴുതാനുള്ള ഒരു പ്രിപ്പറേഷനും കൂടെ പതുക്കെ തുടങ്ങിക്കോളുക എന്നും കൂടെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി +2ലെ കാര്യം എങ്ങനെയാണ്? ഇവിടെ മലയാളം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ 2 ഓപ്ഷനുകൾ ഇല്ല. മീഡിയം ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നാണ്. ഹിന്ദി എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിന് ഹിന്ദി മീഡിയത്തിൽ ഉത്തരം എഴുതാനുള്ള ഒരു ധാരണ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മീഡിയം ഉള്ളത്. അപ്പൊ നമുക്ക് എന്തേ ഇവിടെ ഓപ്ഷൻ ഉള്ളൂ? നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ എഴുതാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പം ഇംഗ്ലീഷിലാണ് ആ ഒരു മീഡിയം വരുന്നത്. അതായത് നമുക്ക് ചോദ്യ പേപ്പർ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാകൂ, മലയാളത്തിൽ ഉണ്ടാകില്ല. ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് മലയാളത്തിലും ഉത്തരം എഴുതാം. ഇംഗ്ലീഷിലാണ് ചോദ്യ പേപ്പർ എങ്കിലും നിങ്ങൾക്ക് മലയാളത്തിലും ഉത്തരം എഴുതാം. ഇത് +2കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് ചോദ്യ പേപ്പർ ഉണ്ടാവുക, നിങ്ങൾക്ക് മലയാളത്തിൽ പക്ഷേ ഉത്തരം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി NIOS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ ബയോളജി, ഇത്തരം സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ കൊമേഴ്സ് സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടൻസി, ഇത്തരം സബ്ജക്റ്റുകൾ നമ്മൾ മലയാളത്തിൽ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം അത് ഇംഗ്ലീഷിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കറിയാം, ഈ അടുത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു, അല്ലെ? കണക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ത്രികോണ മധ്യേ മൂലബിന്ദു കുരുങ്ങി ഭുജ ഭുജ ത്രിഭുജ ചതുർഭുജ വടിവിൽ തെറ്റി. ഇത് കേട്ടിട്ട് ഇത്രയും ട്രെൻഡിങ് ആവാനുള്ള റീസൺ നമുക്കറിയാം. നമുക്ക് വളരെ കടിച്ചാ പൊട്ടാത്ത, എന്നാൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് ഈ ഗണിതത്തിലുള്ളത്, അല്ലെ? മാത്സിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് കണക്ക് പരീക്ഷ എഴുതി ഫലിപ്പിക്കുക എന്നുള്ളത് ഒരു ബാലികേറാ മല തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ഇപ്പൊ ട്രയാങ്കിൾ എന്നോ റേഡിയസ് എന്നോ സർക്കിൾ എന്നോ ഡയമീറ്റർ എന്നോ കോണെന്നോ ആംഗിൾ എന്നോ ഒന്നും നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നൊക്കെ പ്രത്യേകതരം ടേമുകളുണ്ട്. ആ ടേം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പഠിച്ച് അത് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നതാണ് നല്ലത്. അതേപോലെ തന്നെയാണ് കൊമേഴ്സിന്റെ അക്കൗണ്ടൻസിയും. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പറാണ്, കണക്ക് പോലെയാണ്. ഇതും നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചെഴുതാൻ ശ്രദ്ധിക്കുക. ഇവിടെയാണ് ഹ്യൂമാനിറ്റീസുകാർക്ക് വലിയ ഒരു ബൂൺ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ലക്കി ഫെലോസ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും മലയാളത്തിൽ എഴുതാനുള്ള ഒരു ലക്ഷറി ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഇത്തരം സബ്ജക്റ്റുകളൊക്കെ നമുക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ എളുപ്പമാണ്, അല്ലേ? അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ട് വിചാരിക്കുകയും വേണ്ട. നിങ്ങൾക്ക് മലയാളത്തിൽ നല്ല ആവശ്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് എഴുതി പോകാം. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം വരുന്നുണ്ട്. നമുക്കറിയാം, ചോദ്യ പേപ്പർ ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, സോഷ്യോളജിയുടെ ഒരു ചോദ്യം തന്നെ നോക്കാം. എക്സ്പ്ലെയിൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് നിങ്ങൾക്കിപ്പം
സോഷ്യോളജി പഠിക്കുന്നവർക്ക് പെട്ടെന്ന് കത്തിയോ? പറയാൻ പറ്റില്ല അല്ലെ. ചിലർക്ക് കത്തിയിട്ടുണ്ടാവും, ചിലർക്ക് കത്തിയിട്ടുണ്ടാവില്ല. അപ്പം ഇവിടെ വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണ്? ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ്. അപ്പം നമുക്ക് പൊതുവേ വരുന്ന ഒരു ക്വയറീസ് ആണ്, മിസ്സേ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലല്ലേ വരിക, എനിക്കിത് മനസ്സിലാവുമോ, അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാക്കി ഇത് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സാം ഹോളിൽ അവിടുത്തെ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുമോ? നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു എക്സാമിനർ പറഞ്ഞു തരുമെന്ന് വിചാരിച്ചാൽ ആരും അങ്ങോട്ട് പോകണ്ട. കാരണം അതൊരു എക്സാം ഹോളാണ്, NIOS പരീക്ഷ നടത്തുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ഇനിയിപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റി ഉള്ളവരാണെങ്കിൽ കൂടിയും എന്ത് സംഭവിക്കും? ഈ വരുന്ന നിൽക്കുന്ന ആൾക്കാർ സോഷ്യോളജിയുടെ അധ്യാപകനാവണം, അല്ല അധ്യാപിക ആവണമെന്നില്ല അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് സോഷ്യൽ ഗ്രൂപ്പിന് മലയാളം എന്ന് നിങ്ങൾക്ക് കത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം എന്താണ് സാമൂഹ്യ ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല 5 മാർക്കിനും 10 മാർക്കിനും എഴുതാനോ അതിന്റെ ടൈപ്സും കാര്യങ്ങളും ഒക്കെ എഴുതാൻ, അല്ല നല്ല ഉദാഹരണങ്ങൾ എഴുതാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. പക്ഷേ സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായാലേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പൊതുവേ സ്റ്റുഡൻസ് നമ്മളോട് റേസ് ചെയ്യുന്ന ഒരു കൺസേൺ ആണിത്. അപ്പോൾ അവിടെയാണ് ഏൺ മാർക്സ് അതിൻ്റെ ഗുണം നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അതായത് നമുക്കറിയാം ഈ സോഷ്യൽ ഗ്രൂപ്പ്, നമ്മുടെ ഗൈഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാര്യങ്ങൾ കാണുന്നവർക്കൊക്കെ അറിയാം, സോഷ്യൽ ഗ്രൂപ്പിന്റെ താഴെ സാമൂഹ്യ ഗണം എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അതായത് എല്ലാ ടേംസും നിങ്ങളെ ഫെമിലിയർ ആക്കുന്നുണ്ടാവും ഏൺ മാർക്സ്. അതായത് നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമ്മുടെ ഗൈഡുകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചോദ്യ പേപ്പർ ഇംഗ്ലീഷിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗൈഡ് തന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് എല്ലാ ടേംസും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പരീക്ഷ എഴുതുന്നവര് പേടിക്കേണ്ട കാര്യമില്ല. ഒരു പരീക്ഷ എഴുതുന്നവർ ഇപ്പൊ സയൻസ് സബ്ജക്ട് മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുക എന്നുള്ള ഒരു കാര്യം വരുന്നത്, ബാക്കി കൊമേഴ്സിലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ നമുക്ക് മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാ ടേംസും കീവേഡ്സ് എന്നാണ് നമ്മൾ പറയുക. ഈ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. ആ കീവേഡിന്റെ മലയാളം എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏൺ മാർക്സിൽ നിന്ന് പഠിക്കുന്നതിലൂടെ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഇനി ഒരുപാട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ തീരെ മനസ്സിലാവാനൊന്നുമില്ല. ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പൊതുവേ മനസ്സിലാകും അല്ലെ, വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ചില വാക്കുകളാണ് ഇച്ചിരി കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അത് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. സമയം അത്രേ ഉള്ളൂ, എക്സാം ഇതാ അടുത്ത് വരാനായി. അപ്പൊ എല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സോ ഗൈസ്, എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഡൗട്ടോ കൺസേണോ എന്തുണ്ട് എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. അതിൽ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്തിട്ട് അവിടെയും ഈ പറഞ്ഞ പോലെ ക്വയറീസും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സിന്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു സൈക്കി മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ ഒരു സൈക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഗൈഡ്സും ക്ലാസ്സുകളും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അത്തരം ക്ലാസ്സുകൾ നിങ്ങൾ കിട്ടണം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ പുറമെ രജിസ്റ്റർ ചെയ്തവരായിക്കോട്ടെ, ഒറ്റയ്ക്ക് രജിസ്റ്റർ ചെയ്തവരായിക്കോട്ടെ, അത്തരം ക്ലാസ്സുകൾ നിങ്ങൾ കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഏൺ മാർക്സ് എന്നും നിങ്ങൾ ഈ ഒരു യാത്രയിൽ മുഴുവൻ അഡ്മിഷൻ മുതൽ രജിസ്ട്രേഷൻ മുതൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ എല്ലാ തരത്തിലുള്ള ഹെൽപ്പിനും ഗൈഡ്ഷിപ്പിനും നമ്മൾ കൂടെ ഉണ്ടാവുമെന്നോട് ഓർമ്മിപ്പിക്കുകയാണ്. സോ സീ യു ഗൈസ് ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. വെറും 6 മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ഏൺ മാർക്സ് ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ്. ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം. ഏൺ മാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. ഏൺ മാർക്സ്, യുവർ പെർഫെക്റ്റ് ലേണിംഗ് പാർട്ട്ണർ.